ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു Q&A ആയിട്ടാണ്. അപ്പം ഒരു കുട്ടി നമ്മളോട് ചോദിച്ചാൽ ഫേസ് റിവീലിംഗ് വീഡിയോ എന്താ ഇടാമെന്നൊക്കെ. അപ്പോൾ നമ്മളത് നേരത്തെ അത് ഓർക്കാതെ നമ്മൾ ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്ക് മുമ്പേ നമ്മൾ അറിയാതെ ഫേസ് റിവീൽ ചെയ്ത വീഡിയോ ഇട്ടിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഫേസ് റിവീലിങ്ങിന് വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നതിന് പകരം അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടി ഫേസ് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിന്ന് ഒരു Q&A ആണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിന് വന്ന കുറച്ച് കമൻസൊക്കെ വന്നു. ആ കമൻസൊക്കെ എടുത്തായിരിക്കും നമ്മളിന്ന് ആ കമൻസിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും തരുന്നത്. നമ്മളിവിടെ സൈഡ് സ്ക്രീനിൽ കമൻസ് കണ്ടുപിടിക്കും. കുറച്ച് കമൻസേ ഉള്ളൂ, 16 കമൻസ് അങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ അതെടുത്തായിരിക്കും കമൻസിൻ്റെയൊക്കെ വെച്ചിൻ്റെ ആൻസർ നൽകുന്നത്. അപ്പം നമ്മൾ കുറച്ച് കമൻസൊക്കെ ഇതാ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു? ഞാൻ ഉണ്ടാക്കിയ ജേണൽ സെറ്റേഴ്സ് വെച്ച് ഉണ്ടാക്കിയ കുറേ ഐറ്റംസാണ്. ഇത് രണ്ടും മാത്രം പ്രിൻ്റ് എടുത്താണ്. പ്രിൻ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണെന്നുള്ള പ്രിൻ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞുതരാം. ഇതാണ് ഇതിനകത്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് തന്നെ എൻ്റെ പേരെന്തുവാന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പേരെന്ന് പറയുന്നത് ബെനീറ്റ എന്നാണ്. എൻ്റെ ഫുൾ നെയിം ഈസ് ബെനീറ്റ എൽസ ജോസഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പപ്പയുടെ പേരെന്ന് പറയുമ്പോൾ ബിജി എന്നാണ്. അമ്മയുടെ പേര് സ്മിത. അവരാണ് എൻ്റെ പേരൻസ്. പിന്നെ ചേട്ടൻ അനിയത്തി അങ്ങനെ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ബെനോ. ഇപ്പം നേഴ്സിങ്ങിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ എന്നോട് ചോദിച്ചിരുന്നത് പിന്നെന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം എനിക്ക് ജോലി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോലി എനിക്ക് ഇല്ല. അപ്പം ഞാൻ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പം അതാണ് എനിക്ക് പഠിക്കുന്നത്. 10ലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുന്നത് 8ലാണ് പഠിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നത് എത്ര വയസ്സാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് 13 വയസ്സുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 14 വയസ്സാവും. പിന്നെ എൻ്റെ ബർത്ത്ഡേ മന്ത് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേ മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി 22 ആണ് എൻ്റെ ബർത്ത്ഡേ മന്ത്. അപ്പം പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിക് നെയിം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കൊരു പണ്ടൊരു നെയിം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അങ്ങനെ എന്നെ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ വിളിക്കാറുള്ളൂ. അങ്ങനെ റാൻഡമായിട്ടൊരു നെയിമില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പം എൻ്റെ റാൻഡം നെയിം എന്ന് പറയുന്നത് ബെനീറ്റ തന്നെയാണ്. നിക് നെയിം എന്ന് പറയുമ്പോൾ എന്നെ ബെറ്റീന എന്ന് വിളിക്കും. അതിനൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നമ്മൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്ന് പറയുമ്പം എന്നെ ഒരു ദിവസം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വായിപ്പിച്ച് ഞങ്ങൾ എവിടെ പോയിട്ട് ക്ലാസ്സിൽ ഇച്ചിരി ലേറ്റായി കയറി. അപ്പോൾ ലേറ്റായി കയറിയ ടൈമിൽ ബ്ലെസ് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുടെ പേര്. അപ്പം ആ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു എണ്ണീറ്റ് വായിക്കാൻ നിങ്ങളല്ലേ വന്നതെന്ന് പറഞ്ഞ് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോടായിരുന്നു പറഞ്ഞത്. അപ്പം എന്നോട് ചോദിച്ചു പേരെന്തുവാണ്. ആ ടൈമിൽ ഞാൻ പുതിയതായിട്ട് അവിടെ വന്നതായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ടീച്ചർ പേര് ചോദിച്ചപ്പോൾ ഞാൻ ബെനീറ്റ എന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ കേട്ടത് ബെറ്റീന എന്നായിരുന്നു. അങ്ങനെ എല്ലാവരും എന്നെ ബെറ്റീന എന്ന് വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ നെയിം വരെ ബെറ്റീന എന്നാക്കി ഞാൻ. എനിക്ക് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടായിരുന്നു. ബെറ്റീന. ഞാൻ അതിലൊന്നും പറയത്തില്ലായിരുന്നു. പിന്നെ എന്നെ വേറൊരു കുട്ടി ആണെങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു കൂട്ടുകാരിയല്ല. അവളെ ടീച്ചർ ഉടക്കൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ സ്റ്റോറി, അത് പിന്നെ പറയാം. അപ്പം അതെന്ന് പറയുമ്പോൾ എന്നെ ബെന്നി എന്ന് വിളിക്കായിരുന്നു. വേറെ ഒന്നുമല്ല ഗൈസ്. എൻ്റെ ഫസ്റ്റ് വരുന്നല്ല എനിക്ക് പേരിൽ ബെന്നി എന്ന് വരുന്നുണ്ട്. അതുമല്ല, ഡോറയിലെ ഒരു പശുക്കുട്ടിയുടെ പേരാണ് ബെന്നി. അത് മെയിൻ ക്യാരക്ടറിൻ്റെ ഒരു 3rd ക്യാരക്ടറായിട്ട് വരുന്നൊരു ഡോറയിൽ. അപ്പം അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ആരും അങ്ങനെ ബെന്നി എന്നൊന്നും വിളിക്കാറില്ല. ബെൻറ്റീനാന്നോ വല്ല വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ബെനീറ്റ എന്ന് തന്നെ വിളിക്കും. അങ്ങനെ നിക് നെയിം ഒന്നുമില്ല. പിന്നെ എൻ്റെ സ്ഥലം എന്ന് പറയുമ്പം കേരളത്തിൽ പത്തനംതിട്ടയിൽ റാന്നി വടശ്ശേരിക്കരയിലാണ് എൻ്റെ വീട്. വടശ്ശേരിക്കരയിൽ നിന്ന് കുറച്ച് വന്ന് പത്തനംതിട്ടയല്ല പുതുശ്ശേരിമല സ്ഥലത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. എന്ന് പറയുമ്പം റാന്നിയുടെയും വടശ്ശേരിക്കരയും നടുക്കായിട്ട് വരും. അപ്പം ഇത്രയൊക്കെയാണ് എന്നോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഇട്ടാൽ മതി. പാർട്ട് 2 ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.